Hi everyone, welcome back to our channel. എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എപ്പോഴും കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ മെഡിക്കൽ കിറ്റിനെ കുറിച്ചിട്ടാണ്. വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്തു പോകുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും ഒരു മെഡിക്കൽ കിറ്റ് സൂക്ഷിക്കാറുണ്ട്. എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്നുകളൊന്നും അതിൽ ഉണ്ടാവാറില്ല. പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾക്കുള്ള മരുന്നുകളൊക്കെ അതിൽ ഉണ്ടാവാറുണ്ട്. ആയുർവേദ ആയതുകൊണ്ട് വലിയ കുപ്പിയിലുള്ള കഷായം അരിഷ്ടമൊക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരിക്കലും അല്ല. നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിലും പേഴ്സിലും ഒക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഹാൻഡി ആയിട്ടുള്ള കുറച്ച് ഗുളികകളാണ് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു ഗുളികയെ കുറിച്ചിട്ടാണ്. ധന്വന്തരം ഗുളിക. ധന്വന്തരം ഗുളികയ്ക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് ഗ്യാസ് ട്രബിള്, വയറുവേദന, ഭക്ഷണം ദഹിക്കാത്ത പോലത്തെ അവസ്ഥ തുടങ്ങിയവയ്ക്കൊക്കെ ധന്വന്തരം ഗുളിക വളരെ ഉപകാരമാണ്. ഇത് കൂടാതെ പീരീഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദനയ്ക്കും ധന്വന്തരം ഗുളിക നല്ലതാണ്. ജീരകവെള്ളത്തിന്റെ കൂടെ കഴിക്കാനാണ് സാധാരണ പറയാറ്. ഇനി ജീരകവെള്ളമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും സാരമില്ല, സാധാരണ കഴിക്കുന്ന പോലെ കഴിച്ചാലും മതി. ഒരു 2 ഗുളിക വീതമാണ് ഇതിന്റെ നോർമൽ ഡോസായിട്ട് പറയുന്നത്. അടുത്തത് പീരീഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന വേദനകൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗുളികയാണ് ഹിംഗോജാതി ഗുളിക. ഇത് കൂടാതെ കുറച്ചുകൂടെ രൂക്ഷമായിട്ടുണ്ടാകുന്ന ഗ്യാസ് ട്രബിള്, അതുപോലെ തന്നെ മലബന്ധം തുടങ്ങിയവയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഡോസേജ് എന്ന് പറയുന്നത് 1 ഗുളിക 2 ഗുളിക എന്നുള്ള രീതിയിൽ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാം. അടുത്തത് വെട്ടുമാറൻ ഗുളിക. വെട്ടുമാറൻ ഗുളിക പനി, തലവേദന, യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന ശരീരവേദന തുടങ്ങിയവയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ആയുർവേദത്തിൽ ഇഞ്ചിനീരിൽ ചാലിച്ച് കഴിക്കാനാണ് പറയാറ്. എന്നാൽ അത് പോസിബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ സാധാരണ കഴിക്കുന്ന പോലെയും കഴിക്കാവുന്നതാണ്. ഇതിന്റെ ഡോസേജ് വളരെയധികം ശ്രദ്ധിക്കണം. 2 ഗുളിക വരെ മാത്രമേ മാക്സിമം കഴിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അടുത്ത ഗുളികയുടെ പേര് ചന്ദ്രപ്രഭ ഗുളിക. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മൂത്രത്തിൽ പഴുപ്പ്, ഇൻഫെക്ഷൻസ് തുടങ്ങിയ അവസ്ഥകൾക്കാണ്. ഒരു ദിവസം 3 ഗുളിക വരെ ഉപയോഗിക്കാവുന്നതാണ്. കൂടെ നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് വില്വാദി ഗുളിക. എന്തെങ്കിലും ജീവികളോ അല്ലെങ്കിൽ പ്രാണികളോ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തുളസി നീരിൽ അരച്ചിടാനും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനും പറ്റിയൊരു ഗുളികയാണിത്. ഇതിന് പുറമെ വയറ്റിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും വയറിളക്കം, ഛർദി തുടങ്ങിയവയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. 2 ഗുളിക വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് കഴിക്കാം. ഇനി അവസാനത്തേത് ശ്വാസാനന്ദ ഗുളിക. ശ്വാസാനന്ദ ഗുളിക ജലദോഷം, കഫക്കെട്ട്, ശ്വാസമുട്ടൽ തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് വെറ്റില നീരിൽ കഴിക്കുമ്പോഴാണ്. ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും സാരമില്ല, സാധാരണ ഗുളിക കഴിക്കുന്ന പോലെ കഴിച്ചാൽ മതി. 2 ഗുളിക വരെ ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ 6 ഗുളികകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇതെല്ലാം വാങ്ങി സൂക്ഷിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വയം അനലൈസ് ചെയ്ത് ഏതൊക്കെ ഗുളികകൾ വേണമെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മരുന്നാണ്. ഒരിക്കലും ഇതിന് അഡിക്റ്റഡ് ആവാൻ പാടില്ല. എന്തെങ്കിലും ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നത് വരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നത് വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രിപ്പിൽ കിട്ടുന്ന ഗുളിക വാങ്ങാൻ ശ്രദ്ധിക്കുക. ആയുർവേദ മെഡിസിൻസ് ലൂസ് ആയിട്ടും കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുമ്പോൾ മഴക്കാലമൊക്കെ ആവുമ്പോൾ അത് ഈർപ്പം തട്ടി നാശാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ട്രിപ്പിൽ കിട്ടുന്ന മരുന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ 6 ഗുളികകളും ആയുർവേദ ക്ലാസിക്കൽ മെഡിസിൻ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളതാണ്. ഇതിന് പുറമെ വിവിധ കമ്പനികൾ പേറ്റന്റ് മെഡിസിൻ ആയിട്ട് വേറെ കുറെ ഫോർമുലേഷൻസ് ഇറക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.